നിരാഹാര സമരം 5ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ നിലപാട് കടുപ്പിക്കുകയാണ് ജിഷ്ണുവിന്റെ കുടുംബം. സർക്കാർ നൽകിയ ധനസഹായം ഇരട്ടിയായി തിരികെ നൽകാമെന്നും മകന് നീതിയാണ് വേണ്ടതെന്നും അച്ഛൻ അശോകൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഈ 10 ലക്ഷം എന്ന് പറയുന്നത് വളരെ വിഷമമുണ്ട്. നമ്മളെ പാർട്ടീൻ്റെ ആൾക്കാർ തന്നെ ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട TP രാമകൃഷ്ണനാണ് ഈ പൈസ എനിക്ക് തന്നത്. അപ്പോൾ എൻ്റെ മോന് നിധി കിട്ടും. നിധി കിട്ടിയില്ലേ 10 ലക്ഷം റുപ്യ എനിക്ക് ആവശ്യമില്ല. എൻ്റെ മോനെ കൊന്നവരെ ജയിലടക്കമാണ്. 10 അല്ലെങ്കിൽ 20 ഞങ്ങൾക്ക് കൊടുത്തോളൂ. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയ മഹിജ 5ാം ദിവസവും മരുന്നുകളൊന്നും സ്വീകരിച്ചില്ല. അമ്മാവൻ ശ്രീജിത്തിന്റെ ആരോഗ്യനിലയും മോശമായിട്ടുണ്ട്. അതേസമയം മഹിജയുടെ കുടുംബത്തിന് പിന്തുണയുമായി വിവിധ സംഘടനാ നേതാക്കൾ ഇന്നും ആശുപത്രിയിലെത്തി. ഈ വിഷയത്തിൽ മനുഷ്യത്വപരമായ ഒരു സമീപനം ദയവായി ഇനിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് എത്തിച്ചത് സർക്കാരിൻ്റെ ആ ഒരു സമീപനമാണ്. പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും നിരാഹാര സമരത്തിന് പിന്തുണയുമായി മെഡിക്കൽ കോളേജിലെത്തിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.